ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും. പലരുടെയും ഒരു സംശയമാണ് എന്തുകൊണ്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ തൃപ്പൂണിത്തുറയിൽ ചാർജ് എടുക്കുന്നില്ല എന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമായിട്ട് തൃപ്പൂണിത്തുറയിൽ ചാർജ് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വികാരിക്ക് യാതൊരുവിധ അധികാരങ്ങളും ഇല്ല. അദ്ദേഹം വെറും ഒരു ഡമ്മി വികാരി മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ പള്ളി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭരണത്തിന്റെ കീഴിൽ തന്നെയാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളത്, വിവരം ഒട്ടുമില്ലാത്തൊരു വികാരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കാനൻ നിയമത്തെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ അപ്- ആ, ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ അപ്പോയിന്റ്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പരാതി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ബാലിശമായ ഒരു പരാതിയാണ്. എങ്കിൽ പോലും കോടതി അത് പരിഗണിച്ച് അതിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ആഴ്ചത്തോടെ അത് എന്തായാലും കോടതി തള്ളിക്കളയും. കാരണം ഇത്ര ആ, വിഡ്ഢിയായ ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യന്റെ വിഡ്ഢിത്തരം അധികം ദിവസം മുമ്പോട്ട് പോവുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെക്നിക്കൽ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ തൃപ്പൂണിത്തുറ പള്ളി ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലാണ്. ഈ വികാരിക്ക് യാതൊരുവിധ അധികാരങ്ങളും ഇല്ല. അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും ഒപ്പിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരങ്ങൾ ഇല്ലെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നമ്മളുടെ ഈ കേസും കാര്യങ്ങളും ഏകദേശം ഈ ആഴ്ചത്തോട് തീരുകയും ഈ ആഴ്ച അവസാനത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യവാരത്തിൽ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ തൃപ്പൂണിത്തുറ പള്ളിയുടെ ഓഫീസിൽ വരുന്നതാണ്. അദ്ദേഹം ചാർജ് എടുക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ തൃപ്പൂണിത്തുറയിലെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.